കാണുന്ന ഫസ്റ്റ് വീട്. ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോര്. ഓ എന്താ അപ്പൂപ്പ ഇതൊരു അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാൻ കണ്ടിട്ട്? എന്ത് വേഷാണത്? ഷെഡ് വരെ കാണുന്നുണ്ടല്ലോ. എന്ത് ഈ വഴുത്തിന് കുഴപ്പം? എടാ മോനെ, ഇവിടെ മാത്രം അമ്മ ഒന്ന് തുന്നിത്തരാ കൈ കൊണ്ട്. അമ്മ ഇത് 10-15,000 രൂപ വിലയുള്ള പാന്റാണ്. ഇത് തുന്നി വെക്കണേ എന്തിനാണ്? എങ്ങനെയാണ് പുറത്തേക്ക് പോണത്? അമ്മ ഞാൻ ജോലി കിട്ടിയപ്പോ തന്നെ പറഞ്ഞില്ലേ. എടാ നിനക്ക് ജോലി കിട്ടിയപ്പോ മുതൽ ഈ പാന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയും കീറിക്കൊണ്ടിരിക്കുകയുള്ളത് എന്ത് ജോലിയാ അത്? അച്ഛാ ഇത് പുതിയ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇത് മാർക്കറ്റ് ചെയ്യണ കമ്പനിയിലാണ് എനിക്ക് ജോലി. അപ്പൊ ഞാനും ഇത്തിരി മോഡേണും ഫാഷനും ഒക്കെ ആകേണ്ടി വരും. എന്നാലും ഇത് ഇത്തിരി കൂടുതലാടാ കുട്ടിയെ. ഇത് അപ്പൂപ്പം കാണാനായിട്ടാണ്. ഇതിലും വലിയ ട്രെൻഡാണ് ഇപ്പൊ ഉള്ളത്. എന്റെ 2-3 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ വഴി പറഞ്ഞു കൊടുത്താണ് ഞാൻ. എന്താ സർക്കസ് കൂടാരത്തിന് ഇറങ്ങി വന്ന മപ്പും അത് ആ പല്ല് പോയ ചങ്ങായിയുടെ കോലം നോക്ക്. അതെ തറവാടികളാണ് അമ്മച്ചി. മനു അമ്മ അച്ഛാ അപ്പൂപ്പ. കൂടെ ജോലിയാണ്, ഡിസൈനറാണ്. ഞാൻ ഡിസൈൻ ചെയ്താണ്. നല്ലതാ, സൂപ്പറായിട്ട് കൊള്ളാത്ത നന്നായിട്ട്. ആദ്യം നമ്മൾ അവിടെ പോയിട്ട് കൊടുക്കണം. നീ എടുക്കണം, അതാ എടുക്കട്ടെ. കഴിക്കാതെയാണ് പോയത്. പക്ഷേ നമ്മളെ കാണുന്നില്ല ഇങ്ങനെ. ഇതൊക്കെ കളയടാ. അയ്യോ അച്ഛൻ ചീത്ത പറയും. നീ അച്ഛന്റെ ചീത്ത നിന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ ഞാൻ അടുപ്പിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആവി ചില്ലി ചെയ്യണം. ചില്ലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? അച്ഛൻ ചീത്ത സുമേഷ് ഭായി, രാഘു ഭായി ഒക്കെ ഉണ്ടാകത്ത്. നമ്മളെ ഫ്രണ്ട്സ്, അതെ എനിക്ക് ഞാന് റേഷൻ കടി പോയിട്ട് വരുന്ന പഞ്ചസാരി ഇല്ല, പച്ചരി ഇല്ല. അതല്ലെങ്കിൽ എന്താ മഴയുണ്ടല്ലോ. ഇന്നിപ്പോ നമ്മുടെ ലൈഫ് ജീവിതം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് അടിച്ച് പൊതിക്കണം. അത് വേണമെന്നുണ്ട്. ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം മാറ്റം, കുപ്പായെല്ലാം മാറ്റണം. നല്ല അടിപൊളി സെറ്റപ്പ് ഞാൻ ആക്കി തരാം. മന്മു ഇപ്പൊ നമുക്ക് മാറ്റിയെടുക്കണം. അടുത്ത ഫ്രണ്ട് അല്ലേ, ഒരു 5 രൂപയ്ക്ക് സെറ്റാക്കാം. 5 രൂപക്ക് സെറ്റ്. 5 രൂപയ്ക്ക് നമുക്ക് തേങ്ങ കുറിക്കാനുണ്ട്. തേങ്ങ മാങ്ങ പതിച്ചോ. ആയിക്കോ, നീ 5 രൂപ മന്മൂനെ ഏൽപ്പിക്കും. നിന്നെ നമ്മളെ ആയിക്കോട്ടെ വേണം വാരി വേണം പന്മേട്ടാ. ആയിക്കോട്ടെ അളവ് നോക്കട്ടെ. അത് അളവ് അരിസഞ്ചി പോകാൻ പറ. അരിയൊക്കെ അച്ഛൻ പോയി മേടിക്കട്ടെ ഉണ്ണി. നമുക്ക് അങ്ങോട്ട് വാ പോണ്ടേ. 5 മണിക്കാണ് മീറ്റിംഗ് ആടെ. കഴിഞ്ഞു.
എന്താ ഇപ്പൊ കൃഷിപ്പണിയാ? കൃഷി നോക്കുക? ഒന്നും പറയണ്ട. ഇവനെ എന്താ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരു കാര്യം, ഇപ്പൊ ഇതിന്റെ പണിയൊക്കെ ഇപ്പൊ എനിക്കും അവൾക്കും കൂടിയാണല്ലോ. ഇപ്പൊ ഈ പറമ്പ് നോക്കലും വീട്ടിലെ പണി, ഒരു കാര്യത്തിന് ആ ചെക്കനെ കിട്ടില്ല. അപ്പൊ എനിക്ക് പറഞ്ഞൂടോ അവനോട്? എന്തെന്ന് പറയാ, നീ എത്രന്ന് വെച്ചിട്ടാ പറയാൻ പോയി? അല്ലെങ്കിൽ ഇപ്പത്തെ കുട്ടികളൊന്നും ഒരു കാര്യത്തിനും കിട്ടൂലപ്പാ. നാണല്ലാത്ത ഒരു ജന്തു. അല്ല, അവന്റെ വേഷവിധാനം ഇപ്പോ ഭയങ്കര മോശമാണ്. അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ. അത് പറയുമ്പോ ഉണ്ടല്ലോ, അതൊക്കെ എന്റെ കയ്യും കാലും കൊണ്ട് അരച്ചിട്ട് കയറി. അല്ല, നമ്മളെ കാലത്തൊന്നും ഇങ്ങനെ ഒരു ദുശീലമൊന്നും നമ്മളില്ലായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് കൊത്തങ്കല്ല് കളിക്കുക, ഒളിച്ചോടി കളിക്കുക, ചുള്ളിയും ബാറ്റും കളിക്കുക, ഇതൊക്കെ അല്ലായിരുന്നു നമ്മുടെ കളി. അങ്ങോട്ട് നടക്കാറുണ്ട്. അതൊക്കെയാണ് കൂട്ടത്തിലുള്ള ആൾക്കാർ. ശീതള, ഇതെന്താ അത് കോല? ഒന്ന് നോക്ക്. മക്കളൊന്നില്ലെങ്കിൽ ഇല്ലാന്നല്ലോ കേട്ടോ. ഇതിപ്പോ ഈ ജാതിയുള്ള പരുവത്തിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർന്ന്. നിന്റെ ചക്കല്ല ആ കുരുത്തം കെട്ട പ്യാരി അവന്റെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കോലം കെട്ടി നടക്കണത്. അവനാണ് ഇവനെയും കൂടി ഈ പരുവത്തിലാക്കണത്. ഞാൻ തേങ്ങ വിറ്റ് കൊണ്ടുപോയിട്ടുള്ള ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് അലമാരെ കൊണ്ടുവച്ചതാണ്. ഞാൻ കാണാതെ ആ പൈസ എടുത്ത് കൊണ്ടുപോയി അടിച്ചതില്ല തലയാ പൊട്ടിക്കും. എന്ത് കോലാണ്ടത്? എന്താ ഞാൻ എനിക്കെന്താ ഈ ടൗസർ ഊരിട്ട് തലയിലിട്ടൂടാ എനിക്ക്? അത് തന്നെ. എടാ കുട്ടികള്, എന്താ നിങ്ങളുടെ ധാരണ? എന്താ നിങ്ങളുടെ കോലം? എന്ത് കോലം? എന്തെന്ത് കോലത്തിനായി? എന്റെ ശീതളം ബ്രോ, അല്ല ശീതളം മാമ, എന്റെ മൊയ്തുക്ക, എന്റെ അച്ഛ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. നിങ്ങളെ കാലഘട്ടമല്ലേ ഇത്? പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇതാണ് ട്രെൻഡ്. ഇതേ ഞാൻ ചെയ്തിട്ടു. ഇതാണ് എന്റെ ട്രെൻഡ്. ഇവിടെ പോയിട്ട് ഈ തലോട്ടിക്ക് ഇത്രയും സംഘടിപ്പിച്ച ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. ഇനി എന്ന് കുറവില്ല? നിങ്ങളുടെ ചത്താൽ ഇതല്ലേ? അല്ലേ? ഇതല്ലേ ഞാൻ ഇട്ടിനി? സത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കൊടുത്തൂടെ? എന്താ ചെയ്യാൻ? ഞാൻ എത്രയായി പറയണ മൊയ്തോ? ഈ കോലത്തിൽ നടന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരുമോ? പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? അതെ, നാളികേരം വിറ്റ പൈസ എടുത്തിട്ടാണ് ഈ തേങ്ങയിലെ പരിപാടി ചെയ്തിരുന്നത്. അച്ഛ, ഒരു ഉറുക്കും കൂടി മേണിക്കണം. അതിന് കുറച്ച് തേങ്ങ വിറ്റ് എനിക്ക് തേങ്ങ പൈസ. ഒന്നും കാര്യമില്ല, തല്ലിയിട്ടൊന്നും ഏച്ചില്ല. അതവന്റെ തലമുടി നോക്കിയതാണ്ടാ. അവൻ ആകാശത്ത് മഴവിലുണ്ടാക്കണവനാന്ന് വിചാരിക്കും. ആരോട് പറയുന്നു മൊയ്തുക്ക? ആ പോട്ടെ, നിങ്ങൾക്ക് അത്ര വിവരം വിദ്യാഭ്യാസം ഇല്ല. ഞാൻ വിവരം വിദ്യാഭ്യാസം എന്റെ അമ്മ അവരോട് പറയാന്ന്. ഇതൊന്നും പറഞ്ഞ് ശരിയാക്ക്. അച്ഛൻ വീട്ടിൽ സ്വയം തരുന്നില്ല. ഞാൻ ഇടയ്ക്ക് നാട് വിട്ടു പോകും. നാട് വിട്ടു പോകാനോടാ നല്ലത്. അതെന്നെ നല്ലത്. എടാ കുട്ടിയെ, ചുരുങ്ങിയ പക്ഷം അവനവന്റെ ദേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളോ ആ തലയിൽ പെയിന്റ് അടിക്കാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടാ. അല്ലാണ്ട് അച്ഛൻ നാളികേരം വിറ്റ കാശ് എടുത്തിട്ടാ തല കഴിക്കാ. എന്റെ ശീതളം അമ്മാമ, ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇനി മുമ്പ് തന്നെ മീൻ വെക്കുന്ന മാതേട്ടി, തേങ്ങ ഒരിക്കുന്ന അമ്പോട്ടൻ, ബാർബറിലെ ലക്ഷ്മണേട്ടൻ, ഇവരെല്ലാം മൈൻഡ് ചെയ്യില്ലു. ഉണ്ണീന്ന് വിളിച്ചാലായി. ഇപ്പോ ഒന്ന് വൈരെ നടന്നോക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛാ. എനിക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം മുമ്പ് 10-15 ആളാണ് എന്നെ ഫോളോ ചെയ്ത്. ഇപ്പൊ എനിക്ക് 1000, 2000, 3000, 15,000 എത്ര പെണ്ണുങ്ങളാണ്. ശീതള, മക്കളില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമഴ്ത്തിയിട്ട് കിട്ടിയ മുതലാ അത്. ഇപ്പൊ കിണ്ടിയോണ്ട് അടിച്ചു കൊല്ലാനാ തോന്നുന്നു എനിക്ക്. കേട്ടാ, സ്വന്തം അച്ഛനാ പറയുന്നു. അച്ഛൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാനാണ് ചെയ്ത് കാണിച്ചു തരേനി. ചെയ്യോ? ഞാൻ കള്ള ചോറേ.